ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാധവൻ നായരുടെ മക്കളായ പ്രകാശും മനോജും വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ മാനസികമായി പീഡിപ്പിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഓർമ്മക്കുറവും മറുപടി അസുഖങ്ങളൊന്നുമില്ല. ഇപ്പോ വിക്രം എന്നെ ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തിയതിന്റെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലായില്ല. പറയാം, എനിക്ക് ശ്യാമിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോ ഈ നിമിഷായാൽ അത്രയും നല്ലത്. ഭീഷണിയാണോ? അയ്യോ അല്ല, എന്റെ ഭാര്യ വർഷയുടെ സഹപാഠിയായ ശ്യാമിനോട് എനിക്ക് ഭീഷണിയുടെ സ്വരം വേണമെന്ന് നന്നായിട്ടറിയാം. തന്നെയല്ല, താനൊരു മാന്യനാ. മാന്യന്മാരോട് സംസാരിച്ച് എനിക്ക് ശീലവും. പ്ലീസ് ഒരു 5 മിനിറ്റ്. എന്താ വിക്രമിന് പറയാനുള്ളത്? ഇവിടെ വെച്ച് വേണ്ട, അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കോഫി കുടിച്ചിട്ടാവാ. പ്ലീസ്. ഓക്കെ. മാധവൻ നായർ വാദിയും പ്രകാശൻ, മനോജ് എന്നിവർ പ്രതികളുമായ OS ബാർ 112 ബാർ 2026 എന്ന കേസും പ്രകാശന്റെ അമ്മയുടെ സഹോദരൻ അശോക് വർമ്മ ബലമായി വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബസ്വത്ത് ഓഹരി വെച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ കേസും ഫയൽ OS ബാർ 478 ബാർ 2026 എന്ന കേസും ഒരുമിച്ച് വിധി പറയുകയാണ്. അതിനു മുൻപായി എനിക്കിപ്പോ ഓർമ്മ വരുന്നത് റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയാ. വയസ്സായ അമ്മയെ മകൻ കാറിന്റെ പിൻസീറ്റിലിരുത്തി കൊണ്ടുപോവാ. എന്തിനാ? കൊണ്ട് കളയ, ഉപേക്ഷിക്കാൻ. പത്തു മാസം ചുമന്ന് പെറ്റ് ഊണും ഉറക്കവും വരെ ഉപേക്ഷിച്ച് ഒരു കാലത്ത് കാവലിരുന്ന അമ്മ എന്ന ശല്യത്തെ ഒഴിച്ചുവിടാൻ. ഒന്നുമേ ചോദിക്കാതെ അനങ്ങാതെ പാടയും പീളയും കെട്ടി തളർന്ന കണ്ണുകളുമായിട്ട് അമ്മ പിൻസീറ്റിലിരിക്കുക. ആളൊഴിഞ്ഞ് ഏതെങ്കിലും തെരുവിൽ അമ്മയെ ഉപേക്ഷിക്കണം. ഒരു വലിയ മോളിന്റെ പിറകിൽ ഇറക്കി വിടാന്ന് കരുതിയപ്പോ പെറ്റുകിടന്ന ഒരു തെരുവ് പട്ടിക്ക് അത് സഹിച്ചില്ല. അത് ഊറ്റത്തോടെ കുരച്ചു. വണ്ടി വീണ്ടും മുന്നോട്ട് പോയി. ജില്ലാ ആശുപത്രിയുടെ പിറകിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ഉപേക്ഷിക്കാമെന്ന് ഉറപ്പിച്ചു. വാർദ്ധക്യം കൊണ്ട് ഓർമ്മ നഷ്ടപ്പെട്ട അമ്മ ഏതായാലും ഇവിടുന്ന് മടങ്ങി വരാൻ പോകുന്നില്ല. അമ്മ ഇറക്കിവിടാൻ തുടങ്ങിയപ്പോ അവന്റെ ഓർമ്മയില് ഒരിക്കൽ അവന് പനി വന്ന് വിറച്ചപ്പോ അമ്മ തോളിലിട്ടോണ്ട് വെപ്രാളത്തോടെ പടി ഓടിക്കയറി ഡോക്ടറെ കാണിച്ചതും സൂചി വച്ച അവനെ ആശ്വസിപ്പിച്ചതുമൊക്കെ ഓരോന്നായി തെളിഞ്ഞു വന്നു. പിന്നെ ഒഴിഞ്ഞുകിടക്കുന്ന സ്കൂൾ മുറ്റത്ത് വന്നു. അവിടെ ഇറക്കി വിട്ടാലോ ഒന്ന് ചിന്തിച്ചു. പഴയ ഓർമ്മകൾ അവിടെയും അവനെ തടഞ്ഞു. അമ്മയെ എവിടെയും നട തള്ളാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവൻ അമ്മയുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി
പിറകിലെ സീറ്റിലുണ്ടമ്മ. വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങി കിടക്കുന്നു. നിർദ്ദയം കണ്ണുകൾ അടയ്ക്കാതെ. അമ്മ പോയി മരിച്ചു. അമ്മയെ കൊണ്ടുകളയാൻ ഉത്തരവിട്ട ഭാര്യയുടെ മുൻപിൽ തന്റെ മകൻ തല കുനിക്കാതിരിക്കാൻ അമ്മ പോയി. പൊക്കിൾക്കൊടിയിലൂടെ അന്നം പകർന്ന അമ്മയെയും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച അച്ഛനെയും മക്കൾ ഉപേക്ഷിച്ചു തുടങ്ങിയപ്പോഴാ വൃദ്ധസദനങ്ങൾ മുളച്ചു പൊന്തി തുടങ്ങിയത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ മരണശേഷം അവരുടെ ആത്മാവിന് മോക്ഷം തേടുന്ന മക്കളാണ് ലോകത്തിലെ ഏറ്റവും വലിയ തമാശക്കാര്. ഇനി കേസിലേക്ക് വരാം. മാധവൻ നായരുടെ മക്കളായ പ്രകാശും മനോജും വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ മാനസികമായി പീഡിപ്പിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ മക്കളെന്ന പരിഗണന അവർ അർഹിക്കുന്നില്ലെന്നും പിതാവായ മാധവൻ നായർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക ഇരുവരും നൽകേണ്ടതാണെന്നും കോടതി വിധിക്കുന്നു. മൂത്തമകനായ പ്രകാശന് വീട് വെച്ച സാഹചര്യത്തിൽ പണം കെട്ടിവെക്കാൻ 3 മാസം സാവകാശം അനുവദിക്കുന്നു. ഇളയമകനായ മനോജിന് പണം നൽകാൻ 6 മാസത്തെ കാലാവധിയും കോടതി വിധിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ജോലിയും കൂലിയില്ലാത്ത ഞാൻ 6 മാസത്തിനുള്ളിൽ ഈ തുക അടയ്ക്കാൻ എനിക്കൊരു നിർവാഹവുമില്ല. കാലാവധി കുറച്ചുകൂടെ നീട്ടണമെന്ന് അപേക്ഷിക്കുക. വീട്ടൊക്കെ വരെ പോയതല്ലേ, പണം കാലാവധിക്ക് മുന്നേ തിരിച്ചടച്ചേ പറ്റൂ. ഒരാണിന് വേണ്ട ഏറ്റവും വലിയ ഗുണം താടിയും മീശയൊന്നും അല്ല, ജോലിക്കിറങ്ങിപ്പോയി സമ്പാദിക്കാനുള്ള മനസ്സാ. അതാ കേരളം ഇപ്പൊ ബംഗാളികളുടെ പർദീസായത്. ജോലി ചെയ്യാനും അലസത ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടായില്ലേ അകത്ത് പോയി കിടന്നാ മതി. മാനത്തെ കൊട്ടാ